വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടിപ്സോ ട്രിക്സോ ഒന്നും ആയിട്ടല്ല, ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. ഈ വ്ളോഗിൽ എന്താണെന്ന് വെച്ചാൽ, അതായത് എൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്, അതായത് ഹസ്ബൻഡിൻ്റെ നേരെ ഏട്ടൻ. അപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാലോ, സാരി ഉടുക്കാനൊന്നും അറിയില്ല, ഒട്ടും അറിയില്ല. എൻ്റെ ചാനലിൽ ഞാൻ സാരി ഉടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടവർക്ക് മനസ്സിലാവും ഒട്ടും ഉടുക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാരി ഉടുക്കാൻ പറ്റാത്ത, അതായത് ഭയങ്കര ഒതുങ്ങാത്ത പോലത്തെ സാരിയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പാഞ്ചാലി വസ്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പം നമ്മൾ ബ്യൂട്ടീഷ്യൻ്റെ ആ ഒരു സ്ഥലത്തെത്തി, അഴീക്കോടാണ് സ്ഥലം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് ക്രിസ് വേണുഗോപാലും ഇപ്പം ദിവ്യയും തമ്മിലുള്ള ഒരു സീരിയൽ ആക്ട്രസിൻ്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ടില്ലേ, അവരെ പിന്നെ മേക്ക് ഓവർ ചെയ്ത അനൂസ് മേക്ക് ഓവർ, അതായത് സൗന്ദര്യ ബ്യൂട്ടി പാർലറിൻ്റെ പേര്. അപ്പോൾ അനൂസ് മേക്ക് ഓവർ, അതായത് അനില, ഇവരാണ് കേട്ടോ എൻ്റെ ബ്യൂട്ടീഷ്യൻ. അതായത് എൻ്റെ എല്ലാ ബ്രൈഡും മീൻസ് എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ ഒട്ടുമിക്ക എല്ലാം, അതായത് മഞ്ഞ കല്യാണം, മറ്റേ എന്താണ് തലേത്തെ പാർട്ടി ഒക്കെ ചെയ്തത് ഈ ബ്യൂട്ടീഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളാട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും ഇവരെ തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് പുള്ളിക്കാരത്തി എനിക്ക് സംഭവം ഓക്കെ ആക്കി തരും. നമുക്ക് എല്ലാ ബ്യൂട്ടീഷ്യൻസും അങ്ങനെ ചെയ്തു തരണം എന്നില്ല. എൻ്റെ സ്കിൻ ടൈപ്പ് പുള്ളിക്കാരത്തിക്ക് നല്ലോണം അറിയാം, ഓയിലി സ്കിന്നാണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ കെയറും ചെയ്യും. സ്കിൻ കെയർ ചെയ്തിട്ട് ആണ് എനിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തലേന്ന് ഞാൻ ഇവിടെ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ. ശേഷമാണ് ഞാനിവിടെ മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത്. മേക്കപ്പ് എനിക്ക് ഫേസ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ BB ക്രീമിൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ എനിക്ക് ഹെയറാണ്, മാത്രമല്ല സാരിയും അമ്മയില്ല, അതുകൊണ്ട് തന്നെ അമ്മക്ക് ഉടുക്കാനൊന്നും അറിയില്ല. മീൻസ് ഹസ്ബൻഡിന് നമുക്ക് അങ്ങനെ എന്താ പറയുക, ഉടുക്കാൻ അറിയില്ല എന്നല്ല, സെറ്റ് ചെയ്താൽ അറിയില്ല. അതിപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നല്ല സെറ്റായിട്ട് ഉടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിന് പോയേ പറ്റുമെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ബ്യൂട്ടീഷ്യനെ ഏൽപ്പിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത്, മേക്കപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ്, നോ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫേസ് അങ്ങനെ വലിയ പ്രശ്നമൊക്കെ ഒന്നും ആക്കണ്ട, അതായത് പുട്ടിയടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിലാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലുള്ള, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഞാൻ ഒട്ടും ഹാപ്പി അല്ല ഈ ഒരു ബ്യൂട്ടി പാർലറിൽ ഇരിക്കുമ്പോൾ തന്നെ. സാധാരണ നമുക്ക് കല്യാണമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ, പക്ഷെ ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു മെയിനായിട്ടുള്ള സംഭവം കാണാണ്ടായിട്ടുള്ളത്, അതായത് ഈ ഒരു ഏട്ടൻ്റെയിലും കല്യാണം ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഗോൾഡൊക്കെ ഇടണ്ടേ, അതിൻ്റെ താക്കോല് ഞാൻ കളഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ സെർച്ചിങ്ങിലാണ്, അതായത് ഞാൻ അമ്മനെ വിളിച്ചിട്ട് സെറ്റാക്കുന്ന. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഗോൾഡ് ഇടണം എന്നുള്ള ആർത്തി കൊണ്ടല്ല, കാരണം എന്ന് വെച്ചാൽ ഒരൊറ്റ മാലയില്ല കയ്യിൽ. എന്തായാലും ഒരു വലിയ ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഗോൾഡെങ്കിലും കരുതി ഇടണ്ടേന്ന് വെച്ചിട്ടുള്ള ആ ഒരു ടെൻഷനിലാണ്. കല്യാണത്തിൻ്റെ മുഹൂർത്തം എന്ന് പറയുന്നത് 9:30ക്കും 10:00ക്കും ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ എത്തിയത് ഇവിടെ 7 മണി 7:15 അപ്പോൾ നമുക്ക് 8 മണിയാകുമ്പോൾ ബസ് അങ്ങ് പോകും ഗൈസ് ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പോൾ അതിനുള്ളിൽ പെട്ടെന്ന് ഒരുക്കി തരണം. പുള്ളിക്കാരത്തേക്ക് വേഗം ഒരുക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ക്രിസ് വേണുഗോപാലിൻ്റെ വൈഫിന്, അതായത് നമ്മൾ ദിവ്യനെ അതായത് ഒരുക്കിയത് അത്രയും ചെറിയ ടൈം കൊണ്ടാണ്, പക്ഷെ നല്ല ലുക്ക് ഉണ്ടായിനെ. അതിൽ ആ ലേഡി തന്നെ പറയുന്നുണ്ടായിന്, നല്ല എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത്രയും കോൺഫിഡൻറ്റ് ഉള്ള ആളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നമുക്ക് ഇതുപോലത്തെ ഫംഗ്ഷന് അത്രയും ബെറ്റർ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ സമീപിച്ചത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെൻസ് ഇടണമെന്ന് വിചാരിച്ചതാണ്. അതായത് ഞാൻ പറഞ്ഞു എനിക്ക് അധികം മേക്കപ്പ് ഒന്നും വേണ്ട, ലെൻസൊന്നും ഇട്ടിട്ട് മേക്കപ്പ് ഇട്ടെന്ന് തിരികെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു നമുക്ക് മേക്കപ്പ് ഇട്ടെന്നെങ്കിലും ചെറിയൊരു തോന്നിക്കണ്ടേ, അപ്പോൾ ചെറിയൊരു ഫിനിഷിങ്ങിന് ലെൻസ് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ലെൻസ് വെച്ചത്. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ലെൻസ് വെച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു മേക്കപ്പൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മാറ്റി വെച്ചതാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഫസ്റ്റ് ഈ മേക്കപ്പിൻ്റെ ഒരു കാര്യം അറിയാത്തവരോട് ഞാൻ പറയുന്നതാണ്, ഫസ്റ്റ് നമ്മൾ ലെൻസ് വെച്ചിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അത് തെറ്റിച്ച് ചെയ്തതൊന്നുമല്ല, എനിക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം ബദ്ധപ്പാടിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു മേക്കപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വീഡിയോ ഫാസ്റ്റ് ആക്കുന്നത് മാത്രമല്ല, കാരണം നമുക്ക് അത്രയേ ടൈമുള്ളൂ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. അതിലിടയ്ക്ക് എൻ്റെ ഗോൾഡിൻ്റെ താക്കോലും കാണാതെയായി. ഭയങ്കര പ്രശ്നത്തിലുള്ളത് ഞാൻ. നമ്മൾ ഫേസിൽ ഒരുപാട് പൊട്ടിയൊന്നും ഇടാത്തതുകൊണ്ട് പിന്നെ
കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ണിനെ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫേസിന് അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. കണ്ണ് കുറച്ച് അട്രാക്റ്റ് ചെയ്യാനാണ് നമ്മൾ ലെൻസ് വെക്കുന്നതും കുറച്ച് ഹൈലൈറ്ററെല്ലാം വാരിപ്പിക്കുന്നത് കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞതിനനുസരിച്ചിട്ടാട്ടോ അവർ ചെയ്യുന്നത്. അത് എൻ്റെ ഐഡിയയിലും അവർ ചെയ്തേ തരും എനിക്ക്. അപ്പോൾ എനിക്ക് പറഞ്ഞില്ല, എനിക്ക് ഫേസിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് മേക്കപ്പ് വേണമെന്നേ നിർബന്ധമില്ല. കാരണം എനിക്ക് BB ക്രീം മതി, ആ ഒരു ലുക്ക് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലുക്ക് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ മുന്നിൽ ഒരുപാട് ബേബി ഹെയർസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഹെയർ കെയർ വീഡിയോസൊന്നും കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ താഴെ. ഞാൻ റിസൾട്ട് കിട്ടുന്ന പാക്ക് മാത്രമാണ് എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബേബി ഹെയർസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നത്. സംഭവം എന്ന് വെച്ചാൽ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ അബദ്ധത്തിലാവുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും സമയമുള്ളൂ. ശരിക്കും നമ്മൾ ബ്യൂട്ടീഷ്യനിലുള്ള അതായത് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നമുക്ക് ഇതിനായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് എന്താ പറയുക, കുറച്ച് നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏകദേശം കണ്ണിൻ്റെ ആ ഒരു ഹൈലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ ഒരു ചെറിയ ഷെയ്ഡ് ഫൗണ്ടേഷൻ ഇടണം, എന്നാലേ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണ്ടേ. അതായത് നമ്മുടെ ഇനി ഇപ്പോൾ എന്ത് പൊട്ടി വേണ്ടാന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു മേക്കപ്പിൽ നമ്മുടെ ഈ ഒരു ലുക്ക് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യണം. അതായത് ഒന്നാമത് വെയിലാണ്, അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ചെറിയൊരു ടച്ചപ്പ് എടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മേക്കപ്പ് ചെയ്യുന്നില്ല എന്നിട്ട് ഇതൊക്കെ വാരിപ്പൊത്തുന്നുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ. റെഡിക്ക് നമ്മൾ പല സെക്ഷൻസ് ആയിട്ടാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. അത് അതായത് മേക്കപ്പ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അതായത് പ്രൈമർ, കോണ്ടൂർ, ഹൈലൈറ്റർ, മറ്റേ ബ്ലഷ്, അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ അതൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒന്നാമത് വെയിലാണ്, രണ്ടാമത് എൻ്റെ മോനെ എടുത്തിട്ട് ഞാനിങ്ങനെ ടയേർഡ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അത്ര വലിയ രീതിയിലൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ ഒരു ലുക്കിൽ തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. കാരണം ഒരു ചെറിയ ലുക്കിൽ തന്നെ നമ്മൾ ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ലുക്ക് വരുന്നത് എനിക്ക് നാച്ചുറലായിട്ട് മതി. കാരണം എന്ന് വെച്ചാൽ അധികം ഓവറായിട്ടൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ ഓവറൊന്നും ചെയ്യായിരുന്നത്. റെഡിക്ക് ഇങ്ങനെയൊന്നല്ല, നമുക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞതിനനുസരിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഓൾറെഡി സമയമില്ല. ഞാൻ പിന്നെ ലൈറ്റായിട്ടേ വേണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് നമ്മൾ പിന്നെ പുറത്ത് പോകുമല്ലോ. അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ആട്ടോ ഇപ്പം ഫിൽ ചെയ്തത്. ഇപ്പം നോക്കി ജസ്റ്റ് ഒരു ലുക്കല്ലേ നമ്മളാക്കിയിട്ടുള്ളൂ. എന്തൊരു ഫിനിഷിങ്ങാണ് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കണ്ണാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അവർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ലുക്ക് തന്നെയാണ്. കാരണം നമുക്ക് അത്ര പൊട്ടി വേണ്ട. ഭാരണ വെയിലാണ് പുറത്ത്, ഇങ്ങനെ പൊട്ടി തെളിഞ്ഞ് കാണും. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒറ്റ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് ചെറിയൊരു ഹൈലൈറ്ററാണ്. ഈ ശരിക്കും മേക്കപ്പിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ലാന്ന്. സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് കേട്ടോ ലാസ്റ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്തത്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അറിയാത്തവർക്ക്. അപ്പോൾ നമ്മൾ സാരി ഏകദേശം ഇവിടെ ഉടുത്തിട്ടുണ്ട്. അതായത് നല്ല ടഫാണ് ഗൈസ് ഈ ഒരു സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നേ ഇല്ല. ബ്യൂട്ടീഷ്യനർ അടിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുക. പക്ഷേ എന്ന് വെച്ചാൽ ഈ ഒരു സാരി ആർക്കും ഒതുങ്ങുന്നില്ല. ഞാൻ ഇവരുടെ അടുത്ത തലേന്നേ ഈ സാരി അയൺ ചെയ്യാൻ കൊടുത്തിന് 1.5 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ്. സാരി അവിടെ ഇവിടെ പിന്നൊക്കെ ഇട്ട് ഒപ്പിച്ചിട്ടാണ് ഏകദേശം ഒന്ന് ഒതുങ്ങിയത്. കാരണം വെച്ചാൽ തീരെ ഒതുങ്ങുന്നുണ്ടായില്ല. ഞാൻ വെറുതെ ആ ഒരു ഇൻസ്റ്റാ പേജിൽ പിന്നെ സാരിയുടെ ലുക്ക് കണ്ടിട്ട് ഓർഡർ ചെയ്ത ഗൈസ്. ഇനി മേലാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം എനിക്ക് സാരി എങ്ങനത്തെ ഓർഡർ ചെയ്യണമെന്നോ, നമ്മൾ സാരി അങ്ങനെ ഉടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. അമ്മ പറഞ്ഞിരുന്നു ഇത് ഒതുങ്ങൂല. പക്ഷേ ഞാനത് മൈൻഡാക്കിയില്ല. ഞാൻ അതിൻ്റെ സ്റ്റൈല് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ സാരി കാണാൻ നല്ല ലുക്കുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഓവറോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരി ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്തത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഉടുക്കാൻ ഭയങ്കര വിഷമമാണ്. നമുക്ക് തിരക്ക് പിടിച്ച ഒരു ഫംഗ്ഷനും ഇങ്ങനെ ഒറ്റ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ തലേന്ന് നല്ല രീതിയിൽ അയൺ ചെയ്ത് വെക്കണം. അപ്പോൾ എൻ്റെ ഫേസിന് കണക്കായിട്ട്, അതായത് എൻ്റെ സാരി കണക്കായിട്ട് ഫേസ് നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അധികം പൊട്ടിയുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ, പൊട്ടിയുണ്ടോ? ഇനി ബോയ്സ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പുട്ടീനെ പറയും. കാരണം നമ്മളൊരു ലിപ്സ്റ്റിക് ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ പുട്ടീന്ന് പറയും. കാരണം അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിവൊന്നുമില്ലല്ലോ. അവരെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ തന്നെയാണ് പുട്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരുപാട് ഹെയർ കെയർ ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും വിചാരിക്കും പിന്നെ ലോങ് ഹെയർ ഉള്ളവർക്ക് മാത്രമാണോ ഹെയർ കെയർ? അല്ല കേട്ടോ. ഷോർട്ട് ഹെയർ ആയാലും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി നല്ല രീതിയിൽ ബൗൺസ് ചെയ്ത് നിൽക്കും. നമ്മളതായ ലെവൽ നമുക്ക് അത്രയുള്ള അതിൻ്റെതായ രീതിയിൽ നമ്മൾ എന്ത് സംഭവം കെയർ ചെയ്താൽ അതിൻ്റെതായ ലെവലിൽ അത്
നിൽക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ നന്നായി കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ലെങ്ത്ത് അങ്ങനെ വെക്കുന്നില്ലെങ്കിലും ഉള്ളു നല്ലോണം വെക്കും. പിന്നെ മാത്രമല്ല ബേബി ഹെയർസ് നന്നായി വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ചാനലിൽ ഞാൻ നല്ല റിസൾട്ട് കിട്ടിയ പാക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടുപോയിക്കോളൂ കേട്ടോ. നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടിയ സംഭവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുന്നിൽ ഹെയർസ് ഒരുപാടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നാടൻ ലുക്കിൽ നമ്മൾ മംഗലത്തിനാണല്ലോ പോകുന്നത്, അതുകൊണ്ട് മുല്ലപ്പൂവും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നടു പഴുപ്പാണ് ഇഷ്ടം. അതായത് നേരെ നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല, നേരെ പഴുപ്പില്ലേ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഒരു നമ്മുടെ മറ്റേ വെസ്റ്റേൺ ലുക്ക് ഇതിന് ചേരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിനനുസരിച്ചിട്ട് തന്നെ അവർ ഹെയർ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ലുക്ക് ഇവിടെ ഫൈനലാകാനായി കയ്യാറായി കേട്ടോ. ആ സാരി ഇത്ര ഒതുങ്ങി തന്നെ വലിയ കാര്യമാണ്. എന്നാലും ജസ്റ്റ് അവിടെ ഇവിടെയും പൊന്തി നിൽക്കുന്നുണ്ടോ. കാരണം സാരിയുടെ പ്രശ്നമാണ്, വേറൊന്നുമല്ല. കാരണം അത്രയും അവരുടെ പരമാവധി ആ സാരിക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയും ടഫായിരുന്നു ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഗൈസ് അതിൻ്റെ മെറ്റീരിയൽ. പിന്നെ എന്ന് പറഞ്ഞാൽ മുല്ലപ്പ് ഇങ്ങനെ വെക്കുന്നതല്ല, ബ്യൂട്ടീഷ്യനെ നല്ല രീതിയിൽ വെക്കാൻ അവർ പോയതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ തലയിൽ നിറയെ മുല്ല വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കുറച്ച് നന്നായി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കല്യാണം ഒന്നല്ലേ ഉള്ളൂ, നമുക്ക് നന്നായി അടിച്ചു പൊളിക്കണ്ടേന്ന് വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് പൊട്ടും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡ് ഇപ്പോൾ കൊണ്ടുവരും, ഗോൾഡും കൂടി ഇട്ട് കഴിഞ്ഞാലേ ഫൈനൽ ലുക്ക് നമുക്കാകും. അപ്പോൾ കാതില എൻ്റെ ഗോൾഡ് ഇടാന്ന് വെച്ചാൽ കഴിയില്ല, കാരണം അത്രയും ടഫാണ്. എൻ്റെ മുക്കിട്ടിട്ട് എൻ്റെ കാത് നന്നായി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ അതൊക്കെ ഇടാനാണ്. അതുകൊണ്ട് സാധാരണ അവരുടെ ആ ഒരു ബ്രൈഡൽ ഇടുന്ന ആ കാതിൽ ഞാൻ ഇട്ട് ഒപ്പിച്ച് ഗൈസ്. പിന്നെ നമുക്കിനി ഗോൾഡൊക്കെ ഇടണം. കാരണം നമ്മൾ കുടുംബത്തിൽ കല്യാണം വന്നാൽ നമ്മൾ എന്തായാലും ഗോൾഡ് ഇടും അല്ലേ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം സിമ്പിളായിട്ട് പോകാൻ ഇഷ്ടമില്ലായിട്ടല്ല, കാരണം മാറി കലമ്പും. പൊന്നൊക്കെ ഉണ്ടായിട്ട് എന്തേ പൊന്നിടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഗോൾഡൊക്കെ വാരി ഇടുന്നുണ്ട്. പിന്നെ ഈ ഒരു ലുക്കിന് ഗോൾഡ് ഇട്ടാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, എനിക്ക് രസമുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ക്രെഡിറ്റ് തെച്ചു ആ ചേച്ചിക്കാണ്, അതായത് അനില. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടീഷ്യനെ സമീപിക്കണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, മാത്രമല്ല ഡീറ്റെയിൽസും കൊടുക്കാം, എവിടെ സ്ഥലം എന്നും പറയാം. അവർ ഇങ്ങനെ പോയി ചെയ്യുന്നതാട്ടോ, എല്ലാവർക്കും പോയി ചെയ്യുന്നതുമാണ്. പിന്നെ നമുക്ക് പാർലറിലും പോയി ചെയ്യാം. നിങ്ങളെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ട് അവർ നന്നായിട്ട് മേക്ക് ഓവർ ചെയ്ത് തരും. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരുക്കിയത്. അത് ഞാൻ പറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ലി ആണ് ആൾ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് എൻ്റെ ഫേസ് നല്ലൊരു ഫിനിഷിങ് ലുക്കിൽ ആൾ എത്തിച്ചേരും. കാരണം എൻ്റെ ബ്രൈഡൽ ഫോട്ടോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഈ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ബ്രൈഡൽ ലുക്ക്. അത് പുള്ളിക്കാരത്തിയാണ് ചെയ്തത്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രൈഡലിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലുക്ക്. ഗൈസ്, നമ്മൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ടാകും. ഇത് എന്ന് പറഞ്ഞാൽ ലോങ് ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തിയിരുന്നു കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.